ഇന്ന് നമ്മൾ വിശുദ്ധ ഹൈസിന്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്ന ദിവസമാണ്. അദ്ദേഹം പോളണ്ടിലെ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജാസക് ഒഡ്രോവോസ് എന്നാണ്. അദ്ദേഹം ഒരു ഡൊമിനീഷ്യൻ വൈദികനായിരുന്നു. അദ്ദേഹം ഉക്രൈനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ കീവ് എന്നൊരു നഗരത്തിൽ മംഗോൾ സൈന്യം ആ നഗരത്തെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ആശ്രമത്തിലെ ദേവാലയത്തിനുള്ളിലുള്ള വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന സിബോറിയം അതെടുത്തുകൊണ്ട് അദ്ദേഹം ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് അവിടെ ഒരു വലിയ മാതാവിൻ്റെ കൽപ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമ വിശുദ്ധനോട് സംസാരിക്കുന്നു, ഹൈസിന്തെ എന്നെയും കൂടെ കൊണ്ടുപോകൂ. അപ്പോൾ വിശുദ്ധൻ പെട്ടെന്ന് ഞെട്ടി മാതാവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്? ഇത് വലിയ ഭാരമുള്ള ഒരു കൽപ്രതിമയല്ലേ എന്ന്. അപ്പോൾ മാതാവ് സംസാരിക്കുന്നുണ്ട്, എൻ്റെ മകൻ ഇതിൻ്റെ ഭാരം ലഘൂകരിക്കും എന്ന്. നിഷ്പ്രയാസം വിശുദ്ധ ഹൈസിന്ത് ഒരു കൈയിൽ സെബോറിയവും ഒരു കൈയിൽ മാതാവിൻ്റെ വലിയ ഒരു കൽപ്രതിമയും ഏന്തിക്കൊണ്ട് ഓടുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ആശ്രമത്തിലെ വൈദികരും ആ നാട്ടിലെ അനേക ജനങ്ങളും പിന്നാലെ ഓടി. അങ്ങനെ അദ്ദേഹം ഒരു നദി, ആ നദിയുടെ മുകളിലൂടെ അദ്ദേഹം നടന്നു. അവരെല്ലാവരും നടന്നു. ഇങ്ങനെയൊരു കഥ പ്രചാരത്തിലുണ്ട്. ഈ കഥ വലിയ പ്രചാരത്തിലുള്ളൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, വിശുദ്ധ കുർബാനയുടെ സബോറിയം ഒരു കയ്യിലും മറ്റേ കയ്യിൽ ഈ മാതാവിൻ്റെ കൽപ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും എത്രത്തോളം ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ സ്വാധീനവും പ്രാധാന്യവും അർഹിക്കേണ്ടതാണ് എന്നുള്ളതാണ്.